ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദേവു സ്റ്റഡി വേൾഡിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം സ്റ്റാൻഡേർഡിലെ 7ാം ക്ലാസ്സിലെ ഭാഗം 1 പാഠപുസ്തകം അടിസ്ഥാന ശാസ്ത്രം ഭാഗം 1 പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, മണ്ണിൽ പൊന്നു വിളയിക്കാം എന്ന അധ്യായം. ഇന്ന് നമ്മൾ 2ാമത്തെ അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ടാമത്തെ അധ്യായമാണ് പ്രകാശ വിസ്മയങ്ങൾ എന്ന അധ്യായമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. ഇപ്പൊ നമ്മളിന്ന് പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന 2ാമത്തെ അധ്യായം 7ാം ക്ലാസ്സിലെ 1ാമത്തെ ഭാഗം പാഠപുസ്തകത്തിലെ അടിസ്ഥാന ശാസ്ത്രം പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായമാണ് പ്രകാശ വിസ്മയങ്ങൾ എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അധ്യായത്തിലേക്ക് കടക്കാം. ഇവിടെ കുറച്ച് വസ്തുക്കൾ അല്ലെ, 2 കുട്ടികൾ കുറച്ച് വസ്തുക്കളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോ വസ്തുക്കളും ഇവിടെ സാമഗ്രികളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. ടോർച്ച്, പുതിയ സ്റ്റീൽ പ്ലേറ്റ്, അലുമിനിയം പാത്രം, കാർഡ്ബോർഡ്, മിനുസമുള്ള ടൈല്, ഓട്, നിറമുള്ള തുണി, കടലാസ് എന്നിവയാണ് ഇവിടെ സാമഗ്രികളായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? ടോർച്ച് വെച്ചിട്ട് ഓരോ വസ്തുവിലും ടോർച്ച് അടിച്ച് പ്രകാശത്തെ ഭിത്തിയിൽ പ്രതിപദിക്കാൻ നോക്കുകയാണ് ഈ കുട്ടികൾ. അതിൽ എല്ലാ വസ്തുക്കളിലും പ്രകാശം പ്രതിപദിക്കുന്നുണ്ടോ അത് എഴുതാനായിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. പുതിയ സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രകാശത്തെ നന്നായിട്ട് നമുക്ക് തിരിച്ചയക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് ഓടിൽ നമുക്ക് പ്രകാശത്തെ പ്രതിപദിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഓടിൽ എന്താണ്? മിനുസമില്ലാത്ത പ്രതലമാണ്, നമുക്ക് ഓടിൽ പ്രകാശത്തെ പ്രതിപദിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ അലുമിനിയം പാത്രത്തിൽ നമുക്ക് പ്രകാശത്തെ പ്രതിപദിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാർഡ്ബോർഡിൽ പറ്റില്ല. അതുപോലെ എന്താണ്? നിറമുള്ള തുണിയിൽ പറ്റില്ല, കടലാസിൽ പറ്റില്ല. ഇവിടെ നമുക്ക് പുതിയ സ്റ്റീൽ പ്ലേറ്റ്, ടോർച്ച്, അതുപോലെ എന്താണ്? മിനുസമുള്ള ടൈല്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രകാശത്തെ പ്രതിപദിക്കാനായിട്ട് സാധിക്കും. ടോർച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രകാശത്തെ ഇവിടെ പ്രതിപദിക്കാൻ പറ്റുന്ന ഏതില്ല? പുതിയ സ്റ്റീൽ പ്ലേറ്റിൽ നമ്മൾ അടിക്കുവാണെങ്കിലും അതുപോലെ മിനുസമുള്ള ടൈലിൽ അടിക്കുവാണെങ്കിലും നമുക്ക് പ്രകാശത്തെ പ്രതിപദിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നത് അല്ലെ? പ്രകാശം എന്ത് ചെയ്യുകയാണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു മിനുസമുള്ള പ്രതലത്തിൽ നമ്മൾ ടോർച്ച് അടിക്കുന്നു, അല്ലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമ്മൾ ടോർച്ച് അടിക്കുമ്പോൾ പ്രകാശം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്നു. അങ്ങനെയാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? പ്രതിപതനം സംഭവിച്ച് നമുക്ക് അവിടെ അതിൻ്റെ ഒരു പ്രതിഫലന രശ്മി നമുക്ക് അവിടെ കിട്ടുന്നു. ആ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണിത് പ്രകാശത്തിന്റെ പ്രതിപതനം. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിനെ പറയുന്ന പേരാണ് പ്രകാശത്തിന്റെ പ്രതിപതനം എന്നാണ് പറയുന്നത്. പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന് പറയും. ഇനി ഈ പ്രകാശത്തിന്റെ പ്രതിപതനം എല്ലാ പ്രതലത്തിലും ഒരേപോലെ അല്ല നടക്കുന്നത്. ഈ പ്രകാശ പ്രതിപതനം 2 തരത്തിലാണ്, അതായത് പ്രതലത്തിനനുസരിച്ച് 2 തരത്തിൽ നടക്കുന്നു. അതായത് മിനുസമുള്ള പ്രതലത്തിലും മിനുസമില്ലാത്ത പ്രതലത്തിലും 2 രീതിയിലാണ് പ്രകാശം പ്രതിപദിക്കുന്നത്. ഇവിടെ നമുക്ക് മിനുസമുള്ള പ്രതലത്തിൽ ഇവിടെ നടക്കുന്ന പ്രതിഭാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും? മിനുസമുള്ള പ്രതലം അതേതൊക്കെയാണ്? കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല്, ഈ വസ്തുക്കളിൽ പ്രകാശം നമ്മൾ ടോർച്ച് അടിക്കുമ്പോഴത്തേക്കും പ്രകാശം എന്ത് ചെയ്യും? തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രതിപദിക്കുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. ക്ലിയർ? ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയും. ഇവിടെ നടന്നത് ക്രമമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രകാശം പ്രതിപദിപ്പിക്കുന്നത്. ഇത്തരം പ്രതലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദർപ്പണങ്ങൾ. അതായത് പ്രകാശത്തെ എന്താണ്? ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളെ വിളിക്കുന്ന പേരാണ് ദർപ്പണങ്ങൾ. അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രകാശം ആലയത്തേക്ക് പതിക്കുന്നു, തിരിച്ച് അതേ രീതിയിൽ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? അതേ രീതിയിൽ ക്രമമായിട്ടാണ് അതിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അതിനെയാണ് ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. ഇങ്ങനെ ക്രമപ്രതിപതനം നടക്കുന്നത് ഏതിലായിരിക്കും? ദർപ്പണങ്ങളിലായിരിക്കും. ഇനി 2 രീതിയിൽ പ്രതിപതനം നടക്കുന്നുണ്ട്. ഒന്ന് ക്രമപ്രതിപതനമുണ്ട്, മറ്റൊന്ന് ക്രമരഹിത പ്രതിപതനമുണ്ട് അല്ലെ. അപ്പൊ മിനുസമുള്ള ദർപ്പണങ്ങളിൽ നമുക്ക് മിനുസമുള്ള പ്രതലങ്ങളിൽ ക്രമപ്രതിപതനമായിരിക്കും. ഈ ക്രമപ്രതിപതനം നടക്കുന്ന പ്രതലങ്ങളിൽ നമുക്ക് മറ്റൊരു പേര് പറയാൻ എന്താണ്? ദർപ്പണങ്ങൾ എന്ന് പറയാം. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു: കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈല്.
ഇനി മറ്റൊന്നാണ് എന്ത്, ക്രമരഹിത പ്രതിപതനം അല്ലെങ്കിൽ എന്ത് പറയാം, വിസരിത പ്രതിപതനം. ഇവിടെ ചിത്രത്തിൽ നമുക്ക് കാണാം അല്ലെ, എന്താണ്, പ്രകാശം ഒരേപോലെ പതിക്കുന്നു, പക്ഷെ എന്താണ് പ്രതിപതിക്കുന്നത് പല സ്ഥലങ്ങളിലേക്കായിട്ടാണ്, വിസരിതമായിട്ടാണ് അല്ലെ, ക്രമമായിട്ടല്ല, ക്രമരഹിതമായിട്ടാണ് പ്രതിപതിക്കുന്നത്. ഇത്തരത്തില് മിനുസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപതിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം പ്രതലങ്ങൾക്ക് ഉദാഹരണമാണ് കാർഡ്ബോർഡ്, ഊട്, തുണി തുടങ്ങിയവ. ഓക്കെ, അപ്പൊ ഇതിന് പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം. രണ്ട് തരത്തിൽ, അതിന്റെ പ്രതലത്തെ അടിസ്ഥാനമാക്കി രണ്ട് തരത്തിലുണ്ട്, ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. ഇനി അടുത്തത്, പ്രകാശം നമ്മുടെ കാഴ്ചയെ എങ്ങനെയാണ് സഹായിക്കുന്നത്? നമുക്കറിയാം, നമ്മളൊരു ഇരുട്ടുമുറിയിലിരുന്നാൽ നമുക്ക് വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വസ്തുക്കളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്. അതായത് ഒരു സൂര്യപ്രകാശമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൾബ് അതുപോലെയുള്ള പ്രകാശ സ്രോതസ്സിൽ നിന്ന് പ്രകാശം വസ്തുവിൽ തട്ടി നമ്മുടെ പുസ്തകത്തിലാണെങ്കിലോ അല്ലെങ്കിൽ വസ്തുവിലാണെങ്കിലോ തട്ടി നമ്മുടെ കണ്ണിലേക്ക് അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ, കണ്ണിലേക്ക് അത് പതിക്കുമ്പോഴാണ് നമ്മളൊരു വസ്തുവിനെ കാണുന്നത് അല്ലെ. അപ്പൊ അവിടെ പ്രകാശം ആവശ്യമാണ്. അപ്പോൾ വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം വസ്തുവിനെ കാണുന്നത്. അതിന് രണ്ട് ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പകൽ സമയത്ത് റോഡ് മുറിച്ചു കടക്കുന്ന കുട്ടിയെ ഡ്രൈവർ കാണുന്നത് എപ്രകാരമാണ്? സൂര്യപ്രകാശം കുട്ടിയിൽ തട്ടി ഡ്രൈവറുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈവർ കുട്ടിയെ കാണുന്നത്. ഇവിടെ തൊട്ടടുത്ത പിക്ചറിൽ ടോർച്ച് തെളിക്കുമ്പോൾ നായയെ കാണുന്നത് എങ്ങനെ? ടോർച്ച് എന്നുള്ള പ്രകാശം നായയിൽ തട്ടി തിരിച്ച് കുട്ടിയുടെ കണ്ണിലേക്ക് പതിക്കുമ്പോഴാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, നായയെ കാണുന്നത്. അപ്പൊ എവിടെയാണേലും എന്താണ്, പ്രകാശ സ്രോതസ് ഉണ്ടായിരിക്കണം. കൃത്രിമമായിട്ടോ നാച്ചുറലായിട്ടോ ഉള്ള പ്രകാശ സ്രോതസ്സുകൾ ഉണ്ടായിരിക്കണം. ഇനി നമ്മള് ദർപ്പണങ്ങളാണ് അടുത്തത് നോക്കുന്നത് അല്ലെ, ദർപ്പണങ്ങൾ. അപ്പൊ ദർപ്പണത്തിന് ഒരു ഉദാഹരണം ഇപ്പൊ നമുക്കറിയാം. ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞാല് എന്താണ്, മിനുസമുള്ള പ്രതലങ്ങൾ അല്ലെ, ക്രമമായിട്ട് പ്രതിപദിക്കുന്ന പ്രതലങ്ങളെ നമ്മൾ ദർപ്പണങ്ങൾ എന്ന് പറയും. ദർപ്പണങ്ങൾ പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? 3 തരം ദർപ്പണങ്ങൾ. രണ്ട് തരം. ഒന്ന് സമതല ദർപ്പണവും മറ്റൊന്ന് ഗോളീയ ദർപ്പണവും. 2 തരത്തിലാണ് ദർപ്പണങ്ങൾ. ഏതൊക്കെയാണ്? സമതല പരന്നതും മറ്റൊന്ന് ഗോളീയ ദർപ്പണവും. സമതല ദർപ്പണവും ഉണ്ട്, ഗോളീയ ദർപ്പണവും ഉണ്ട്. അപ്പൊ എന്താണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്? നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടി എന്ത് തരം ദർപ്പണമാണ്? സമതല ദർപ്പണമാണ്. അതായത് ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലെയിൻ മിറർ അല്ലെങ്കിൽ സമതല ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ഇനി കണ്ണാടിക്ക് പകരം നമുക്ക് സ്റ്റീൽ പ്ലേറ്റിൽ നോക്കി നമുക്ക് മുഖം കാണാൻ പറ്റും. അലൂമിനിയം പ്ലേറ്റിൽ നോക്കിയാൽ നമുക്ക് മുഖം കാണാൻ പറ്റൂ? ഇല്ല അല്ലെ. സ്റ്റീൽ പ്ലേറ്റ് എന്നുള്ള മിനുസമുള്ള പ്രതലമാണ്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുഖം കാണാൻ പറ്റും. അലൂമിനിയം പ്ലേറ്റിൽ നമുക്ക് മുഖം കാണാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്ലെയിൻ മിറർ ഉപരിതലം സമതലമായ ദർപ്പണങ്ങളെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എന്താണ്? സമതല ദർപ്പണമാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ദർപ്പണത്തിൽ, സമതല ദർപ്പണത്തിൽ പ്രകാശം നമ്മൾ കാണുന്നത് അല്ലെ? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത്, പ്രകാശം ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ പ്രകാശം വളരെ തീരെ വെട്ടം കുറഞ്ഞ അല്ലെങ്കിൽ തീരെ പ്രകാശം കുറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ദർപ്പണം വെച്ച് അതിലേക്ക് ടോർച്ച് അടിച്ച് അതിന്റെ പ്രതിപതന തലം നിരീക്ഷിക്കുക. അപ്പൊ ഇത് നമുക്ക് വിവിധ ദിശകളിലേക്ക് ആ ദർപ്പണത്തെ മാറ്റി നമുക്കത് റിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ടോർച്ചിൽ നിന്നുള്ള പ്രകാശം ഇതിലേക്ക് പതിക്കുന്ന പ്രകാശത്തെ നമുക്ക് എന്ത് പറയാം? പതനകിരണം എന്ന് പറയും. ദർപ്പണത്തിലേക്ക് പതിക്കുന്ന ആ ഒരു കിരണത്തെ നമുക്ക്, ഇതാണ് പതനകിരണം. പ്രതിപതിക്കുന്നതിനെ പ്രതിപതന കിരണം, അതായത് പതനകിരണം വെച്ചാൽ ദർപ്പണത്തിലേക്ക് പതിക്കുന്നതിനെ പതനകിരണം അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്നും, ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്നതിനെ നമുക്ക് പ്രതിപതന കിരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്നും പറയാം. അതിന്റെ ഒരു റെപ്രസെന്റ് വരച്ചിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു സമതല ദർപ്പണമാണ്. അതിലേക്ക് ഒരു പ്രകാശകിരണം പതിക്കുന്നു. ഇതാണ് പതനകിരണം. ഇനി അവിടെ നിന്ന് ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്നു, അതാണ് പ്രതിപതന കിരണം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നേർരേഖയിൽ അല്ലെ ദർപ്പണത്തിന്റെ പ്രതലത്തിൽ ലംബമായിട്ട് പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുകയാണ്. അതിനെ നമുക്ക് ലംബം എന്ന് പറയും. ഈ ലംബത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളതിന്റെ ആംഗിൾ അല്ലെ കോണളവ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ലംബത്തിനും പതനകിരണത്തിനും ഇടയിലുള്ള ആ ഒരു കോണിനെ നമ്മൾ പതനകോണെന്നും, ലംബത്തിനും പ്രതിപതന കോണിനും ഇടയിലുള്ള ഈ ഒരു കോണിനെ നമ്മൾ പ്രതിപതന കോണെന്നുമാണ് പറയുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു പതന കിരണവും പ്രതിപതന കിരണവും നമുക്ക് ഇവിടെ സമതല ദർപ്പണത്തിൽ ലഭിക്കുന്നു. ക്രമമായിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രതിഫലനം നടക്കുന്നത്. ഇനി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ സുതാര്യമായ ഒരു പാത്രത്തിന്റെ ഉൾവശത്ത് ഒരു ചെറിയ ദർപ്പണം ഒട്ടിച്ചിരിക്കുകയാണ് അല്ലെ. ഒട്ടിച്ചിട്ട് ഒരു ചാർട്ട് പേപ്പർ പ്രൊട്രാക്ടറിന്റെ ആകൃതിയിൽ വെട്ടിയെടുക്കുക. പ്രൊട്രാക്ടറിന്റെ ആകൃതിയിൽ വെട്ടിയെടുത്തതിന് ശേഷം കോണളവുകൾ അതിനകത്ത് രേഖപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, പാത്രം ചാർട്ട് പേപ്പറിന്റെ മുകളിലായിട്ട് വെക്കുക. പാത്രത്തിൽ ജലം എടുക്കുക. അതിൽ 3-4 തുള്ളി പാലോ അല്ലെങ്കിൽ അല്പം സോപ്പോ ചേർക്കുക. പ്രകാശപാത വ്യക്തമായിട്ട് കാണാനാണ് നമ്മൾ ഈ സോപ്പും അല്ലെങ്കിൽ പാലും ചേർക്കുന്നത് അല്ലെ. ആ ഒരു വഴി, പ്രകാശം പോകുന്ന ആ ഒരു വഴി കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ അത് ലേസർ ടോർച്ച് അടിച്ച് നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ നമുക്കത് ആ ടോർച്ച് മാറ്റി മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പാത നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ പതനകോണ് നമുക്ക് പ്രതിപതന കോണും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അളന്ന് നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പൊ പതനകോണം ഈ ഒരു ഇതില് നമുക്ക് മനസ്സിലാക്കുന്നത്, പതനകോൺ 30 ഡിഗ്രി ആണെങ്കിലും പ്രതിപതന കോണും എന്തായിരിക്കും, 30 ഡിഗ്രി തന്നെ ആയിരിക്കും. പതനകോൺ 45 ആണെങ്കിൽ പ്രതിപതന കോണും 45 ഡിഗ്രി തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇത് എപ്പോഴും എന്തായിരിക്കും, പതനകോണും പ്രതിപതന കോണും എന്നിവയുടെ അളവുകൾ എപ്പോഴും എന്താണ്, തുല്യമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രതിഭാസമാണ് ഇവിടെ നോക്കുന്നത്. എന്താണ്, പാർശ്വിക വിപര്യം. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വലതുഭാഗം കണ്ണാടിയുടെ കാണുന്ന പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ടാണ് നമ്മൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു കുട്ടി കൈ ഉയർത്തി നിൽക്കും അല്ലെ. അപ്പൊ ആ കുട്ടി വലത് കൈയാണ് ഉയർത്തുന്നതെങ്കിൽ കണ്ണാടിയിൽ നമുക്ക് ഇടത് കൈ ഉയർത്തുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ നമ്മുടെ വലതുഭാഗം കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായിട്ട് തോന്നുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്, പാർശ്വിക വിപര്യം അല്ലെങ്കിൽ എന്ത് പറയാം, ലാറ്ററൽ ഇൻവേർഷൻ. പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയാം. ഇനി ഈ ഒരു പ്രതിഭാസം എവിടെയാ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആംബുലൻസ്, നമുക്കറിയാം ആംബുലൻസിന്റെ ഫ്രണ്ടിൽ ആംബുലൻസ് എന്ന് നേരെ എഴുതിയിട്ടില്ല, പകരം എന്താണ്, തിരിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാല്, മുന്നേ പോകുന്ന വണ്ടികൾക്ക് പുറകെ വരുന്ന വണ്ടി ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. മുന്നേ പോകുന്ന വണ്ടികൾ കണ്ണാടിയിൽ ഈ പാർശ്വിക വിപര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയിലൂടെ നമുക്ക് വ്യക്തമായിട്ട് ആംബുലൻസ് എന്ന് വായിക്കണമെങ്കിൽ തിരിച്ചെഴുതിയാൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലെ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ദർപ്പണം മേശപ്പുറത്ത് വെച്ചിട്ട് അതിൽ പേന, വാച്ച് തുടങ്ങിയ വസ്തുക്കൾ ദർപ്പണത്തിന് മുന്നിൽ പിടിക്കുക. അപ്പൊ പ്രതിബിംബം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാനം നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ ദർപ്പണത്തിൽ രൂപപ്പെടുന്ന, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എങ്ങനെയായിരിക്കും. അതായത് ഇപ്പൊ വാച്ച് നമ്മൾ വെച്ചിരിക്കുന്നു, സമതല ദർപ്പണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ വസ്തുവിന്റെ വലിപ്പം എങ്ങനെയായിരിക്കും, അതേ അതെന്താണ്, വസ്തുവിന്റെ വലിപ്പം തന്നെ ആയിരിക്കും പ്രതിബിംബത്തിന്റെ വലിപ്പവും. ഇനി വസ്തുവും ദർപ്പണവും തമ്മിൽ അകലവും, ദർപ്പണവും പ്രതിബിംബവും തമ്മിൽ അകലവും എന്തായിരിക്കും, തുല്യമായിരിക്കും. ഇനി പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സമതല ദർപ്പണത്തിന്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, വസ്തുവിന്റെ വലിപ്പം തന്നെയാണ് പ്രതിബിംബത്തിന്റെയും വലിപ്പം. വസ്തുവും ദർപ്പണവും തമ്മിൽ അകലം തന്നെയായിരിക്കും, ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം. അതുപോലെ പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിട്ടുണ്ടാവും. ഇനി അതുപോലുള്ള ഒരു ദർപ്പണം നമുക്കറിയാം, ആറന്മുള കണ്ണാടി കേട്ടിട്ടുണ്ട് അല്ലെ. ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞാൽ ഒരു ദർപ്പണമാണ്. പക്ഷെ ഇത് നമ്മുടെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ദർപ്പണമല്ല, പകരം എന്താണ്, ഒരു ലോഹ കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാളും വ്യക്തമായിട്ടുള്ള പ്രതിബിംബം നമുക്ക് എന്തിൽ ലഭിക്കും, ആറന്മുള കണ്ണാടിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് പ്രതിബിംബം. നമ്മൾ സമതല ദർപ്പണമാണ് പറഞ്ഞത്. ഇനി മറ്റൊന്ന് പ്രതിബിംബം. പലതരത്തിലുള്ള പ്രതിബിംബം നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു കുട്ടി ഒരു തവിയുടെ ഉൾഭാഗത്തും പുറംഭാഗത്തും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഉൾഭാഗത്തും പുറംഭാഗത്തും അല്ലെ. ഇനി നമ്മൾ അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കുന്ന സിൽവർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ നമുക്കൊരു ദർപ്പണം നിർമ്മിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷീറ്റിൽ നമുക്ക് ദർപ്പണം അല്ലെ, പേപ്പർ ഒട്ടിച്ച് അല്ലെ, എന്താണ് മിനുസമുള്ള സിൽവർ പേപ്പർ ഒട്ടിച്ച് നമുക്ക് ഇതുപോലെയുള്ള ദർപ്പണം ഉണ്ടാക്കാം. ഈ സമതല ദർപ്പണം ഉള്ളിലേക്കും വളച്ച് അകത്തേക്കും ഉള്ളിലേക്കും പുറത്തേക്കും നിവർത്തി നമുക്ക് അതിൽ എങ്ങനെ പ്രതിബിംബം ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാനായിട്ട്
അപ്പൊ ഇങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും അത് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ സമതല ദർപ്പണം പറഞ്ഞു അല്ലെ. എന്നാൽ ഈ സമതല ദർപ്പണം ഉള്ളിലേക്ക് കുഴിഞ്ഞതാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അത്തരം ഉള്ളിലേക്ക് ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരുന്നു അല്ലെ. അങ്ങനെ ഉള്ള ദർപ്പണങ്ങളെ ഉള്ളിലേക്കോ പുറത്തേക്കോ കുഴിഞ്ഞതോ ആയിട്ടുള്ള ദർപ്പണങ്ങളെ നമ്മൾ പറയുന്നതാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയും. ഇനി എങ്ങനെയാണ് ഈ പുറത്തേക്ക് വളഞ്ഞതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? പുറത്തേക്ക് വളഞ്ഞതിനെ കോൺവെക്സ് എന്നും അകത്തേക്ക് വളഞ്ഞതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കോൺകേവ് എന്നും പറയും. അപ്പൊ നിവർന്നത് നമ്മൾ സമതല ദർപ്പണം എന്ന് പറഞ്ഞു. മുന്നോട്ട് അല്ലെ പുറത്തേക്ക് വളഞ്ഞതിനെ നമ്മൾ കോൺവെക്സ് എന്നും അകത്തേക്ക് വളഞ്ഞതിനെ നമ്മൾ എന്ത് പറയും? കോൺകേവ് എന്നും പറയും. അപ്പോൾ ദർപ്പണങ്ങള് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു. സമതല ദർപ്പണവും ഉണ്ട്, ഗോളീയ ദർപ്പണവും ഉണ്ട്. ഗോളീയ ദർപ്പണം തന്നെ രണ്ടെണ്ണം ഉണ്ട്. കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞിരിക്കും. കോൺകേവ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വളഞ്ഞിരിക്കും. അതായത് ഈ ഗോളീയ ദർപ്പണങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്നത് കൊണ്ടാണ് ഇതിനെ ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഗോളീയ ദർപ്പണങ്ങളിലെ പ്രതിബിംബത്തിന്റെ രൂപീകരണമാണ് നോക്കുന്നത്. ഇവിടെ ഒരു കോൺകേവ് ദർപ്പണം അകലെയുള്ള ഒരു വസ്തുവിനെ അഭിമുഖമായിട്ട് പിടിച്ചതിന് ശേഷം അതിൽ തട്ടി പ്രതിപദിക്കുന്ന പ്രകാശത്തെ നമ്മൾ ചുമരിൽ പതിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വെളുത്ത സ്ക്രീനിൽ പതിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും അവിടെ ദർപ്പണം മുന്നോട്ടോ പിന്നോട്ടോ നിൽക്കി നമുക്കൊരു വ്യക്തമായ പ്രതിഭ അവിടെ സൃഷ്ടിക്കുക. അതിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഇനി സമതല ദർപ്പണം ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം സമതല ദർപ്പണത്തിന് തുല്യ വലിപ്പമായിരിക്കും, അകലവും തുല്യമായിരിക്കും, പ്രാശി വിപര്യം ഉണ്ടായിരിക്കും എന്നറിയാം. എന്നാൽ ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? കോൺകേവ് ദർപ്പണത്തിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? വസ്തുവിന്റെ ചെറിയ പ്രതിബിംബമാണ്, അകലത്തിന് വ്യത്യാസമുണ്ട്, യഥാർത്ഥമാണ്. നമുക്ക് യഥാർത്ഥമായിട്ടും വസ്തുവിന്റെയും ചെറിയ പ്രതിബിംബമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അങ്ങനെ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ നമുക്ക് എന്ത് പറയാം? യഥാർത്ഥ പ്രതിബിംബം. ഇവിടെ നമുക്ക് കോൺകേവിൽ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റി, അതുകൊണ്ട് എന്താണ്? യഥാർത്ഥമാണ്. ഇനി ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായതാണ് നമുക്ക് എന്ത് പറയുന്നത്? മിഥ്യാപ്രതിബിംബം എന്ന്. ദർപ്പണത്തിൽ കാണാൻ പറ്റും, പക്ഷെ എന്താണ്? സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റില്ല. അതാണ് മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടി? യഥാർത്ഥ പ്രതിബിംബം കിട്ടും. എന്നാൽ കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ചാൽ നമുക്ക് യഥാർത്ഥ പ്രതിബിംബം കിട്ടത്തില്ല. ഇവിടെ ആർക്കിമിഡീസിനെ കുറിച്ചുള്ള ഒരിതാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് ചെയ്ത ഒരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. അതായത് കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് അല്ലെ റോമൻ സൈന്യം അദ്ദേഹത്തിന്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡീസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു? സൂര്യലക്ഷ്മിയെ കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പൽ കരിച്ചു കളഞ്ഞു. അതായത് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചിട്ട് അതിന് സൂര്യരശ്മികളെ കേന്ദ്രീകരിച്ച് ശത്രുക്കളുടെ കപ്പലിലേക്ക് വിട്ട് അതിനെന്ത് ചെയ്തു? കരിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. ശാസ്ത്രജ്ഞന്റെ പേരെന്താണ്? ആർക്കിമിഡീസ്. ഈ ദർപ്പണങ്ങൾ നമ്മൾ മറ്റുള്ള കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കും. ഇവിടെ ഒരു ചോക്ക് പെട്ടിയിൽ ഒരു രാജവീതി സൃഷ്ടിക്കുകയാണ് ഈ ഒരു എക്സ്പെരിമെന്റ്. അതായത് ചോക്കുപെട്ടിയുടെ എതിർവശങ്ങളിൽ പ്രതിപതന തലം അഭിമുഖമായി വരുന്ന തിരി 2 സമതല ദർപ്പണങ്ങളാണ് ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ ദർപ്പണങ്ങളുടെ നടുവിൽ ചോക്കുപെട്ടിയുടെ അടിഭാഗത്ത് ഒരു റോഡ് വരച്ച് അതിലൊരു വശത്ത് തെരുവിളക്കിന്റെ മാതൃകയും ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടിയുടെ ഒരു വശത്ത് എന്ത് സംഭവിക്കുന്നു? ഒരു വശത്ത് ചെറിയ ഒരു സുഷിരം ഇട്ട ശേഷം ആ ഭാഗത്തൂടെ ദർപ്പണത്തിന്റെ രസപാളി അല്പം നീക്കം ചെയ്യുക. അതിലൂടെ പെട്ടിക്കുള്ളിലേക്ക് എന്നിട്ട് നോക്കുമ്പോൾ എന്താണ് കാണുന്നത് വെച്ചാൽ ആ ഒരു തെരുവിളക്കിന്റെ ഒരുപാട് മാതൃക നമുക്ക് അതിലേക്ക് പ്രതിഫലിച്ചതായിട്ട് നമുക്ക് കാണാം. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ പ്രകാശം പല രീതിയിൽ തട്ടി പ്രതിഫലിച്ചു. അവിടെ പല പ്രതിബിംബങ്ങൾ ഉണ്ടായതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു പ്രതിഭാസം ഉപയോഗിക്കുന്ന ഒരു ഇതാണ് കലേഡോസ്കോപ്പ്. കലേഡോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കലേഡോസ്കോപ്പ് അതായത് ഈ ഒരു ചതുരാകൃതിയിലുള്ളതും തുല്യ വലുപ്പമുള്ളതായ 3 സമതല ദർപ്പണങ്ങൾ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒട്ടിച്ച് ഇതേപോലെ ഒട്ടിച്ച് എടുക്കുക. അതിലേക്ക് നമുക്ക് വർണ്ണപ്പൊട്ടുകളോ അതുപോലെ വളപ്പൊട്ടുകളോ വർണ്ണക്കടലാസുകളോ ഒക്കെ ഇട്ട് രണ്ടറ്റവും ഒരു ഗ്ലാസ് പേപ്പർ കൊണ്ട് ഒട്ടിക്കുക. എന്നിട്ട് ഒരു വശത്തോട് ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പതിയെ കലേഡോസ്കോപ്പ് തിരിക്കുമ്പോൾ പല നിറത്തിലും വർണ്ണങ്ങളിലുമുള്ള പല ഡിസൈൻസ് നമുക്ക് അതിൽ കാണാം. വളപ്പൊട്ടുകളായിരിക്കില്ല നമ്മളത് പല ഡിസൈനുകൾ നമുക്കതിനകത്ത് കാണാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ പ്രകാശം എന്ത് ചെയ്യുന്നതാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പ്രതിഫലിച്ച് ആണ് ഈ ഒരു ഡിസൈനുകൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
പ്രകാശത്തിന്റെ പ്രതിപതനമാണ് ഇവിടെ നടക്കുന്നത്. ഇതേ പ്രതിഭാസം തന്നെയാണ് പെരിസ്കോപ്പിൽ, നമ്മൾ സമതല ദർപ്പണമാണ് പെരിസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. അതായത് അന്തർവാഹിനിയിൽ ഉപയോഗിക്കുന്ന, അല്ലെ വെള്ളത്തിനടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഭൂമിയുടെ വെള്ളത്തിന് മുകളിലെ വസ്തുക്കളെ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പെരിസ്കോപ്പ്. അത് നമ്മൾ PVC പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കാം. അതായത് പ്രകാശം മുകളിലുള്ള ഭാഗത്ത് വസ്തുക്കളെ ഈ ഒരു പ്രതലത്തിൽ, സമതല ദർപ്പണത്തിൽ തട്ടി ഈ ഒരു ദർപ്പണത്തിൽ പ്രതിഫലിച്ച് നമ്മുടെ കണ്ണിലേക്ക് തിരിച്ച് പ്രതിഫലിച്ച് നമുക്ക് ആ വസ്തുവിന് മുകളിൽ, വെള്ളത്തിന് മുകളിലുള്ള വസ്തുവിനെ നമുക്ക് വെള്ളത്തിനടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദർപ്പണങ്ങളും അവയുടെ ഉപയോഗങ്ങളും അവയുടെ പ്രത്യേകതകളും നമുക്ക് മനസ്സിലായി. ഇനി ദർപ്പണങ്ങളും ഉപയോഗവും പ്രത്യേകതകളും നമുക്കിവിടെ വ്യക്തമായിട്ട് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ദർപ്പണം കോൺവെക്സ് ദർപ്പണമാണ്. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? കോൺവെക്സ് ദർപ്പണം അത് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർ പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് റിയർ വ്യൂ മിററിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? കോൺവെക്സ് ദർപ്പണമാണെന്ന് പറഞ്ഞു. അതിന്റെ പ്രത്യേകത എന്താണ്? വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. മാത്രമല്ല കൂടുതൽ ഏരിയ നമുക്ക് അവിടെ കൂടുതൽ വിസ്തൃതി നമുക്കവിടെ ദൃശ്യമാകും. ഇനി കോൺകേവ് ദർപ്പണം, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടേക്കാണ്? ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കും. ടോർച്ചിലെ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്? കോൺകേവ് ദർപ്പണമാണ്. ഇവിടെ ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ എന്താണ്? പ്രകാശത്തെ സമാന്തരമായി പ്രതിപദിക്കാനുള്ള കഴിവും ഈ കോൺകേവ് ദർപ്പണത്തിന് ഉണ്ട്. വലിയ പ്രതിബിംബവും പ്രകാശത്തെ സമാന്തരമായിട്ട് പ്രതിപദിക്കാനായിട്ട് കഴിയും. ഇനി സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ മുഖം നോക്കാനും കലൈഡോസ്കോപ്പ് നിർമ്മിക്കാനും പെരിസ്കോപ്പ് നിർമ്മിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് സമതല ദർപ്പണം. ഇവിടെ വസ്തുവിന് സമാനമായ പ്രതിബിംബമായിരിക്കും. അതുപോലെ എന്താണ്? ആവർത്തന പ്രതിപതനമാണ് ഉണ്ടാകുന്നത്. അപ്പം സമതല ദർപ്പണം നമ്മൾ മുഖം നോക്കാനും കലൈഡോസ്കോപ്പ് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്ന വസ്തുവിന്റെ സമാനമായ പ്രതിബിംബം ലഭിക്കും. ആവർത്തന പ്രതിപതനം നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്? കലൈഡോസ്കോപ്പ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു പ്രതിഭാസമാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ പെൻസിൽ ഇട്ടപ്പോൾ നമുക്ക് ആ പെൻസിൽ മുറിഞ്ഞതായിട്ട് തോന്നുന്നു. അതുപോലെ ഒരു പ്ലേറ്റിൽ ഒരു നാണയം ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യുക? നമ്മൾ കുറേ പുറകോട്ട് നോക്കുക, അല്ലെ? നാണയം നമുക്ക് കാണാത്ത സ്ഥലം വരെ നമ്മൾ പിന്നോട്ട് പോവുക. നാണയം കാണാതെയായി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ എന്ത് ചെയ്യുക? സുഹൃത്തിനെ നിർത്തിവെച്ചും നമ്മൾ സുഹൃത്തിനോട് നാണയം കാണാതിരിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെ? നാണയം നോക്കിക്കൊണ്ട് പുറകോട്ട് നടക്കാനാണ് സുഹൃത്തിനോട് പറയുക. നാണയം നോക്കി സുഹൃത്ത് പുറകോട്ട് നടന്ന് ദൃഷ്ടിയിൽ നിന്ന് നാണയം മറയുന്ന സ്ഥാനത്ത് തന്നെ നിൽക്കാൻ ആവശ്യപ്പെടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്ലേറ്റിൽ അല്പാൽപ്പമേ ജലമൊഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ എന്ത് ചെയ്യുക? സുഹൃത്തിനോട് ഈ പതുക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെ? സുഹൃത്തിന് നാണയം വീണ്ടും കാണാൻ കഴിയുന്നുണ്ട് എന്ന് ചോദിക്കുക. അപ്പൊ സുഹൃത്ത് എന്ത് പറയും? നാണയം വീണ്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്, അല്ലെ? അതെന്താണ് കാരണം? അതും ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്? അപവർത്തനം എന്ന് പറയും. നാണയം അല്പം കൂടി പൊങ്ങിയതായിട്ട് ഫീൽ ചെയ്യുന്നു, അല്ലെ? അപ്പൊ അതാണ് ഇപ്പൊ നാണയത്തിൽ തട്ടി പ്രകാശം വെള്ളത്തിലൂടെയും വയലൂടെയും സഞ്ചരിച്ചാണ് ആ സുഹൃത്തിന്റെ കണ്ണിലേക്ക് എത്തിയത്. അപ്പൊ അങ്ങനെ എത്തിയത് കൊണ്ട് എന്ത് പറ്റി? സുഹൃത്തിന് ആ ഒരു നാണയത്തെ കാണാനായിട്ട് സാധിച്ചു. അപ്പം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിനൊരു വ്യതിയാനം സംഭവിക്കുന്നു. അതിന് പറയുന്ന പേരാണെന്ത്? അപവർത്തനം എന്ന് പറയുന്നു. അപവർത്തനം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനമുണ്ട്. അതായത് ഇവിടെ പെൻസിൽ വെച്ചിരിക്കുന്നു, അല്ലെ? പെൻസിൽ ആദ്യം ഒരു മാധ്യമം ഏതാണ്? വായുവിലാണ്. രണ്ടാമത് വെള്ളത്തിലേക്ക് കയറി, മറ്റൊരു മാധ്യമത്തിലേക്ക് കയറി. അപ്പൊ ആ മാധ്യമത്തിലേക്ക് കയറുന്ന ആ ഒരു ഭാഗത്ത് ഒരു മുറിവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനെ പറയുന്ന പേരാണെന്ത്? അപവർത്തനം. ഇനി ലെൻസുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ലെൻസുകൾ വിവിധ തരത്തിലുള്ള ലെൻസുകളുണ്ട്, അല്ലെ? ലെൻസുകൾ പലതരത്തിലുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന് കോൺവെക്സ് ലെൻസും മറ്റൊന്ന് കോൺകേവ് ലെൻസും. കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായിട്ടുള്ള ഇത്തരം ലെൻസുകളെ നമ്മൾ കോൺവെക്സ് ലെൻസ് എന്നും, മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസുകളാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ലെൻസുകൾ നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്ന് നോക്കാം. നമുക്ക് വിദൂര ദൃശ്യങ്ങൾ കാണാനായിട്ട്, അല്ലെ അകലെയുള്ള വസ്തുവിന് അഭിമുഖമായിട്ട് കോൺവെക്സ് ലെൻസ് പിടിച്ച് പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പൊ ലെൻസും ചുമരുമായുള്ള അകലം കൂട്ടിയും കുറച്ചുമൊക്കെ പരിശോധിക്കുക. വ്യക്തമായ പ്രതിബിംബം കിട്ടുന്നില്ലേ? അപ്പൊ എങ്ങനെയുള്ള പ്രതിബിംബമാണ് അവിടെ കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ചും കോൺകേവ് ലെൻസ് ഉപയോഗിച്ചും നമുക്ക് ഇതേ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. ഇനി രണ്ട് പ്രവർത്തനങ്ങളും എങ്ങനെയായിരിക്കും ഉണ്ടാവുക? രണ്ട്
പ്രവർത്തനങ്ങളും എങ്ങനെയാണ് ഉണ്ടാവുക എന്നത് നമ്മൾ നേരത്തെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമ്മളത് പ്രതിഫലിപ്പിച്ച് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. അതുപോലെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. അങ്ങനെ അവിടെ നടക്കുന്ന പ്രതിഫലനം എങ്ങനെയായിരിക്കും? അതായത് ലെൻസിൽ പ്രകാശം പതിക്കും, അതായത് കോൺവെക്സ് ലെൻസിൽ പ്രകാശം പതിക്കുമ്പോൾ ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അതായത് ഇപ്പൊ കോൺവെക്സ് ലെൻസിലാണ് ഈ ഒരു പ്രകാശരശ്മി, ഇവിടെ നമ്മൾ എന്താണ് ടോർച്ചിലെ ലൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലേസർ ടോർച്ച് ഉപയോഗിച്ച് നമ്മൾ കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശരശ്മി കടത്തിവിടുകയാണ്. അങ്ങനെ കടത്തിവിട്ടപ്പോഴത്തേക്കും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ രണ്ട് രശ്മികളും ഒരു കൂടിച്ചേരുന്നുണ്ട് അല്ലെ. രണ്ട് സുതാര്യമായ ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുക്കുക, പ്രകാശപാത വ്യക്തമാകാൻ ജലത്തിൽ കുറച്ച് സോപ്പോ അല്ലെങ്കിൽ പാലോ ചേർക്കുക. അതായത് പ്രകാശപാത കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോപ്പും പാലും ഒക്കെ ചേർക്കുന്നത്. അങ്ങനെ ചേർത്തതിന് ശേഷം ഈ ലേസർ ടോർച്ച് ഉപയോഗിച്ച് പാത്രത്തിനുള്ളിലേക്ക് പ്രകാശമീപുകൾ കടത്തിവിടുകയാണെങ്കിൽ ഇവിടെ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസിലൂടെയും പ്രകാശം കടന്നു പോകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കോൺവെക്സ് ലെൻസ് ആണ് അല്ലെ, ഇത് കോൺവെക്സ് ലെൻസ് ആണ്. ഇതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രകാശരശ്മികളെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോൺകേവ് ലെൻസ് എന്ത് ചെയ്യുകയാണ്, പ്രകാശരശ്മി കടന്നു പോകുമ്പോൾ ഈ പ്രകാശരശ്മികളെ അകറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ കോൺവെക്സ് ലെൻസിനുള്ള കഴിവ് എന്താണ്, പ്രകാശരശ്മികളെ അടുപ്പിക്കുകയും കോൺകേവ് ലെൻസ് എന്ത് ചെയ്യുകയാണ്, പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുകയും ചെയ്യുന്നു. ഇനി ലെൻസുകളുടെ ഉപയോഗം നമുക്ക് നോക്കാം. ലെൻസുകൾ പലതരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കാഴ്ച വൈഷമ്യങ്ങൾ പരിഹരിക്കാനായിട്ട് നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നു. ഇതിൽ വിവിധ തരത്തിലുള്ള പലതരത്തിലുള്ള ലെൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. കോൺവെക്സ്, കോൺകേവ് ഇതൊക്കെ നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ അക്ഷരങ്ങൾ നമ്മൾ വലുതാക്കി കാണിക്കാനായിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിക്കും അല്ലെ. ചെറിയ അക്ഷരങ്ങൾ നമ്മൾ വലുതാക്കി കാണിക്കാൻ ഹാൻഡ് ലെൻസ് ഉപയോഗിക്കുന്നു. ഇത് എന്തിന് ഉപയോഗിക്കുന്നതാണ്, ഇത് കോൺവെക്സ് ലെൻസ് ആണ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്ന മറ്റ് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്, മൈക്രോസ്കോപ്പ്, അതുപോലെ ടെലിസ്കോപ്പ്, ക്യാമറ, പ്രൊജക്ടർ. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഹാൻഡ് ലെൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, കോൺവെക്സ് ലെൻസ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്, ചെറിയ അക്ഷരങ്ങൾ നമുക്ക് വലുതാക്കി കാണിക്കാൻ പറ്റും. ചെറിയ വസ്തുക്കളെ നമുക്ക് ഇച്ചിരി വലുതാക്കി കാണാനായിട്ട് സഹായിക്കുന്നതാണ് ഇത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ മറ്റൊരു പ്രതിഭാസമാണ് മഴവില്ലുണ്ടാകുന്നത് അല്ലെ. മഴവില്ല് നമുക്കറിയാം, മഴവില്ല് ഉണ്ടാകുന്നത് അല്ലെ, നമ്മൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മുടെ ജനൽ ചില്ലിലൂടെ അകത്തേക്ക് പ്രകാശം കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഴവില്ല് നമ്മുടെ ഭിത്തിയിലൊക്കെ കാണാൻ പറ്റും അല്ലെ. ആ വെളുത്ത പ്രതലങ്ങളിലാണ് മഴവില്ല് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട്. അപ്പം ഈ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കുകയാണെങ്കിൽ ഭിത്തിയോടടുപ്പിച്ച് അല്ലെ, വെളുത്ത പ്രതലമായിരിക്കണം, ഭിത്തിയോടടുപ്പിച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് നമ്മൾ അതിലൊരു സമതല ദർപ്പണം ജലത്തിൽ താഴ്ത്തി ചരിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ അതിൽ സൂര്യപ്രകാശത്തെ അതിൽ പതിപ്പിക്കുക. എന്നിട്ട് ഭിത്തിയിലേക്ക് കേന്ദ്രീകരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കാണാൻ പറ്റും, മഴവില്ല് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ ബ്ലൂ, യെല്ലോ, ഗ്രീൻ, ഓറഞ്ച്, റെഡ് ഈ ഒരു കളറുകൾ നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതേ രീതിയിൽ ഒരു സമതല ദർപ്പണവും അതേ വലുപ്പത്തിലുള്ള കറുത്ത പേപ്പറും എടുക്കുക. പേപ്പറിൽ നാണയവട്ടത്തിൽ ഒരു ദ്വാരം ഇടുക. പേപ്പർ സമതല ദർപ്പണത്തിൽ ഒട്ടിക്കുക. സമതല ദർപ്പണം വെയിലത്ത് പിടിച്ച് പ്രകാശം ചുമരിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ ഈ കിരണപാതയിൽ ഒരു വശത്ത് ചരിഞ്ഞാണ് പ്രകാശം പതിക്കേണ്ടത് അല്ലെ. പ്രകാശം ചരിഞ്ഞ് പതിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചതുരാകൃതിയിലുള്ള മറ്റേ അപ്പുറവശമില്ലേ, ആ വശത്തുകൂടി പ്രകാശം പുറത്തേക്ക് വരികയും അത് ചുമരിൽ പതിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇങ്ങനെ നമുക്ക് അവിടെ എന്താ ലഭിക്കുന്ന, അത് മഴവിൽ നിറങ്ങളായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. നമുക്കറിയാം സൂര്യപ്രകാശത്തിൻ്റെത് എന്ത് നിറമാണ്, ധവള പ്രകാശമാണ്. അതിൽ പ്രത്യേകിച്ച് നിറങ്ങളൊന്നും ഇല്ല, വെളുത്ത നിറമാണ് അല്ലെ, ധവള പ്രകാശമാണ്. ഈ ധവള പ്രകാശത്തിൽ അതിൽ 7 വർണ്ണങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ഘടകവർണ്ണങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്, വിബ്ജിയോർ എന്ന് പറയുന്ന നിറങ്ങൾ അല്ലെ. അപ്പൊ ഈ ഘടകവർണ്ണങ്ങൾ നമ്മളെ പ്രകാശത്തെ പ്രിസത്തിലൂടെ നമ്മളിങ്ങനെ കടത്തി വിടുമ്പോഴത്തേക്കും ഈ വർണ്ണങ്ങൾ, ഈ ധവളപ്രകാശം എന്ത് ചെയ്യും, അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നു അല്ലെ. അതിൻ്റെ പല പല വർണ്ണങ്ങളായിട്ട് ഈ വെളുത്ത പ്രകാശം അതിൻ്റെ പല നിറങ്ങളായിട്ട് വേർപിരിയുന്നു. ഈ ഒരു പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്, പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയും.
അപ്പോൾ ഇങ്ങനെ ധവളപ്രകാശത്തിന് എന്താണ് ഡിസ്പേഴ്സ് സംഭവിക്കുന്നത് വെച്ചാൽ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിലാണ് അപവർത്തനം. നേരത്തെ പറഞ്ഞ അപവർത്തനവും പറഞ്ഞില്ലേ, ഈ ഓരോ വർണ്ണങ്ങൾക്കും വ്യത്യസ്ത അളവിലാണ് അപവർത്തനം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു പ്രതിഭാസം, ഈ ഒരു പ്രകീർണനം ഉണ്ടാകുന്നതിന് കാരണം. ഇനി മറ്റൊന്നാണ് നമ്മൾ വർണ്ണപമ്പരം ഉണ്ടാക്കുക അല്ലെ. സി ഡിയിൽ പല നിറങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ആ സി ഡി ഒന്ന് കറക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിട്ടേ കാണാൻ പറ്റുള്ളൂ? ഒറ്റ നിറമായിട്ട്, വെളുത്ത നിറമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പല നിറങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒറ്റ നിറമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണാൻ പറ്റുള്ളൂ. വെള്ള നിറമാണ് നമുക്കവിടെ കറക്കുമ്പോൾ കിട്ടുന്ന നിറമെന്ന് പറയുന്നത്. ധവള പ്രകാശമാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ദർപ്പണങ്ങളെ കുറിച്ചും അതാണ് നമ്മുടെ ലെൻസുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കുന്നത്. അധ്യായം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അധ്യായമായിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.